Okay, good morning, my dear children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ നമ്മൾ ആ ട്രീ കണ്ടു, ഫാമിലി ട്രീ, റെസിസ്റ്റർ ക്ലാസിഫിക്കേഷൻ്റെ ഫാമിലി ട്രീ കണ്ടു. ജനറലി നമ്മൾ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു. സോ അതിലേക്ക് നമ്മൾ ഒരു പോർഷൻ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. നമ്മളിന്ന് പറഞ്ഞത് എങ്ങനെയാണ്? റെസിസ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്: ലീനിയർ റെസിസ്റ്റേഴ്സ് ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്. അപ്പോൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റേഴ്സിലൂടെ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജും അതിലൂടെ പോകുന്ന കറൻറ്റും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് ഈ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എന്താണ് ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? വോൾട്ടേജ് കൂടുമ്പോൾ കറൻറ്റ് കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ കറൻറ്റും കുറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കുറയുന്ന കൂടുന്ന ഫാക്ടർ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ടാകും. അതിനാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ റെസിസ്റ്റേഴ്സിലൂടെ കറൻറ്റ് പോകുമ്പോൾ ആ കറൻറ്റും അതിന് അക്രോസുള്ള വോൾട്ടേജും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതിലേക്ക് ആ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ്, അതിൻ്റെ അർത്ഥം എന്താണ്? വോൾട്ടേജ് ബൈ കറൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ്. V/I ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഫോർ എവറി വോൾട്ടേജ് ആൻഡ് എവറി കറൻറ്റ്. ഓക്കെ, ആ കോൺസ്റ്റൻ്റ് ആയിട്ട് അത് നിൽക്കും ലീനിയർ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ആ റെസിസ്റ്റൻസ് വാല്യൂ വേറെ ഫാക്ടേഴ്സിനാൽ ഡിപ്പെൻഡഡ് അല്ല. അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോ ടെമ്പറേച്ചറിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വൺസ് ഒരു റെസിസ്റ്റർ ഇപ്പോൾ ലെറ്റ് മീ സി ഇറ്റ് ഈസ് 100 ഓം എന്ന വാല്യൂവിൽ ഞാനൊരു റെസിസ്റ്റർ ഉണ്ടാക്കിയാൽ, ലീനിയർ റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 100 ഓം റെസിസ്റ്റർ ആയിരിക്കും. ലൈറ്റ് കൂടിയാലോ ടെമ്പറേച്ചർ കൂടിയാലോ വോൾട്ടേജ് കൂടിയാലോ കറൻറ്റ് കൂടിയാലോ ഒന്നും ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല. അതാണ് ലീനിയർ റെസിസ്റ്റേഴ്സ്. ലീനിയർ റെസിസ്റ്റേഴ്സിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു: ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ മീനിങ് മനസ്സിലാകും. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഫിക്സഡ് ആണ്. വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യാനായിട്ട് പറ്റും, മാറ്റാനായിട്ട് പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നത് 1 ഓം ടു 100 ഓം വേരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ ആ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് മാനുവലി വേരി ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയോ ടെമ്പറേച്ചറോ കൊണ്ടൊന്നും അല്ല അത് വേരി ചെയ്യുന്നത്, മാനുവലി നമ്മളാണത് വേരി ചെയ്യുന്നത്. ഓക്കെ, അതാണ് വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ റെസിസ്റ്റേഴ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഫിക്സഡ് റെസിസ്റ്റർ ആൻഡ് വേരിയബിൾ റെസിസ്റ്റർ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായി പോകാൻ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് റെസിസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ്. ഓക്കെ, ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഡസ് നോട്ട് ചേഞ്ച് അല്ലേ, with the variation in the applied voltage, temperature and light intensity. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ അപ്ലൈഡ് വോൾട്ടേജിനോ ടെമ്പറേച്ചറിനോ ലൈറ്റ് ഇൻറ്റൻസിറ്റിക്കോ അനുസരിച്ച് വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൽ കാണാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ തന്നേക്കണം. ഫിക്സഡ് റെസിസ്റ്റേഴ്സിൻ്റെ അറ്റത്ത് രണ്ട് ലീഡ്സ് ഉണ്ട്. ആക്സിയൽ ലീഡ്സ് അല്ലെങ്കിൽ റേഡിയൽ ലീഡ്സ്, രണ്ട് ലീഡ്സ് ഉണ്ട്. എന്തിനാണ് ഈ ലീഡ്സ്? ഈ റെസിസ്റ്റേഴ്സിനെ നമുക്ക് സോൾഡർ ചെയ്യണം, സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ എങ്ങനെയും ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് സോൾഡർ ചെയ്യാനുള്ള പോയിൻറ്റോ അല്ലെങ്കിൽ സ്ക്രൂ പോയിൻറ്റോ റിവറ്റോ എന്തെങ്കിലും ഒരു പോയിൻ്റ്, ഒരു ലീഡ് പോയിൻ്റ് ഉണ്ടാകും. ഓക്കെ, ഈ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് 4 ടൈപ്പാണ് ഉള്ളത് ബേസ്ഡ് ഓൺ ദി മാനുഫാക്ചറിങ് മെത്തേഡ്. എങ്ങനെയാണ് ഈ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് 4 ടൈപ്പ് ഫിക്സഡ് റെസിസ്റ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. നമ്മൾ ആ നെയിം നന്നായി തറവാക്കാം.
നെയിമിനോട് ലിങ്ക് ചെയ്ത് നമ്മളത് എങ്ങനെയാണ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ ബാക്കി എസ്സേ എഴുതാനുള്ള പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും. നെയിം മനസ്സിൽ നിൽക്കണം. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, തിൻ ഫിലിം റെസിസ്റ്റർ, തിക്ക് ഫിലിം റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ. 4 ടൈപ്പാണ്. അപ്പോൾ 4 ടൈപ്പും എങ്ങനത്തെയാണെന്ന പേര് കണ്ടാൽ തന്നെ അറിയാം. ആദ്യത്തെ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. അപ്പോൾ കാർബൺ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന റെസിസ്റ്ററാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. രണ്ടാമത് തിൻ ഫിലിം റെസിസ്റ്റർ. അപ്പോൾ എന്തോ ഒരു തിൻ ഫിലിം കോട്ടിങ്, തിന്നായിട്ടൊരു ഫിലിം കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ഫിലിം സൈസിലൊരു തിൻ ഫിലിം സൈസിലൊരു കോട്ടിങ് എന്തുകൊണ്ട് കോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്ത് കോട്ട് ചെയ്യുന്നു എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ തിൻ ഫിലിം കോട്ടിങ് വെച്ചുണ്ടാക്കുന്ന റെസിസ്റ്റേഴ്സിനെ തിൻ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നു. അടുത്തത് നോക്കൂ, തിക്ക് ഫിലിം റെസിസ്റ്റർ. അപ്പോൾ അത് തിക്കാണ്. തിക്ക് എന്ന് പറയുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒത്തിരി അഡ്വാൻറ്റേജസും കാണും. തിക്കായിട്ട് ഫിലിം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കണം. ഏത് മെറ്റീരിയലിലാണ് ഈ ഫിലിം ഉണ്ടാക്കുന്നത്, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അതായത് നമുക്കറിയാം എന്തിൻ്റെങ്കിലും മുകളിലാണ് നമ്മൾ കോട്ടിങ് കൊടുക്കുക. ആ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഏത് വസ്തുവിൻ്റെ മുകളിലാണ് ആ കോട്ടിങ് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റ് എന്താണെന്നും കോട്ടിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, തിൻ ഫിലിം റെസിസ്റ്റർ, തിക്ക് ഫിലിം റെസിസ്റ്റർ. നാലാമത്തെ ടൈപ്പ് നോക്കൂ, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, വയറിനെ വൗണ്ട് ചെയ്ത് വയ്ക്കുക. വൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റി വയ്ക്കുക. അപ്പോൾ ഏതോ ഒരു വയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വയർ, ആ വയറിനെ ഇത്ര ചുറ്റുമ്പോൾ ഇത്ര വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അതിനാണ് വയർ വൗണ്ട് റെസിസ്റ്റൻസ്. അപ്പം 4 ടൈപ്പ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആണുള്ളത്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, തിൻ ഫിലിം റെസിസ്റ്റർ, തിക്ക് ഫിലിം റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പോകാം. ഫസ്റ്റ് ടൈപ്പ് നോക്കാം, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. എന്താണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ? കാർബൺ കോമ്പോസിഷൻ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, കാർബൺ ആണ്. So these resistors are made by mixing carbon powder and insulating binders to produce the desired value of resistance. അപ്പോൾ നമുക്കറിയാം കാർബൺ പൗഡറാണ് മെയിൻ ആയിട്ടുള്ള കോമ്പോസിഷൻ. കാർബൺ പൗഡറിൻ്റെ എമൗണ്ടിനനുസരിച്ചാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറുന്നത്. അതിനോട് കൂടെ കുറച്ച് ഇൻസുലേറ്റിംഗ് ബൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിർത്തണമല്ലോ ഈ പൗഡറിന് ചിന്നിച്ച് തറിപ്പോയത്, അത് ഒരു ബൈൻഡ് ചെയ്ത് നിൽക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ബൈൻഡേഴ്സ്, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടോളറൻസ് വാല്യൂ 5% to 10% ഒക്കെയാണ്. നമ്മൾ നേരത്തെ ടോളറൻസ് എന്താണെന്നും പവർ റേറ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഈ റെസിസ്റ്റേഴ്സ് നോർമലി ഒരു റോഡ് പോലെയാണ് ഇരിക്കുക, കാർബൺ പൗഡറിൻ്റെ റോഡ്. അപ്പോൾ കാർബൺ പൗഡറിന് ഈ പറഞ്ഞ ഇൻസുലേറ്റിംഗ് ബൈൻഡേഴ്സും കൂടി ചേർത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കേസിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് പൗഡറിന് എന്തെങ്കിലും ഇട്ട് വെക്കണ്ടേ, ഒരു ഡപ്പി പോലെ, ആ പോലെ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കേസാണ് അധികം. അപ്പോൾ അതുവഴി നമുക്ക് ഇൻസുലേഷനും കിട്ടും, മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കിട്ടും. അതിന് അറ്റത്ത് 2 ലീഡ്സ് ഉണ്ടാകും. സോ അതിൻ്റെ സൈസ് നിങ്ങൾ ആ ഫോട്ടോ കണ്ടാൽ അറിയാം. കാർബൺ പൗഡറിൻ്റെ എമൗണ്ട് അനുസരിച്ച് സൈസ് മാറുന്നു. സൈസ് മാറുന്നതിനനുസരിച്ച് പവർ റേറ്റിംഗ് മാറും, റേഞ്ച് ഓഫ് വാല്യൂ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. നോർമലി കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് 1 ohm to 22 mega ohm റേഞ്ചിലാണ്. ഓക്കെ, പവർ റേറ്റിംഗോ നല്ല പവർ റേറ്റിംഗ് ഉള്ള റെസിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങളതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം. കാർബൺ എലമെൻ്റ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് കവറിംഗ് ഉണ്ട്, കളർ കോഡ് ബാൻഡ് ഉണ്ട്, ലീഡിംഗ് ഉണ്ട്. നമുക്ക് ലാബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെസിസ്റ്ററൊക്കെ കാണാൻ കിട്ടും. അറിയാം, വളരെ ചെറിയ സാധനം, അല്ലെങ്കിൽ മദർ ബോർഡൊക്കെ അഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ റെസിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്തൊക്കെയാണ്. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ടൈപ്പ് നോക്കൂ, തിൻ ഫിലിം റെസിസ്റ്റർ. ഞാൻ പറഞ്ഞു തിൻ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയലിൻ്റെ മുകളിലാണോ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നത്, ആ മെറ്റീരിയലിനെ നമ്മൾ എന്തിൻ്റെ മുകളിലാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഓക്കെ, നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വയ്ക്കുക. പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ പേപ്പറിലാണ് പെയിൻറ്റ് ചെയ്യണേ വയ്ക്കും. അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലാണ് നമ്മുടെ പെയിൻറ്റ് വരുന്നത്, റൈറ്റ്. അപ്പോൾ ആ പേപ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ്. അതുപോലെ തിൻ ഫിലിം കോട്ടിങ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഒരു തിൻ ഫിലിം കോട്ടിംഗ് ഉണ്ട്, അതാണ് റെസിസ്റ്റൻസ്. അത് ആ കോട്ടിങ്ങിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോക്കുന്നത്.
അപ്പോൾ നമുക്ക് നോക്കാം എന്തിൻ്റെ മുകളിലാണ്, എന്താണ് സബ്സ്ട്രേറ്റ്, എന്ത് മെറ്റീരിയലാണ് ഫിലിം കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് നോക്കാം. സോ തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് by depositing a very thin layer of conducting material on an insulated rod, tube or plate made of ceramic or glass. അപ്പോൾ എങ്ങനെയാണ്, ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക്, ഓക്കെ, സെറാമിക് മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് എന്ന മെറ്റീരിയൽ കൊണ്ടോ ഉള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു റോഡ് ഷേപ്പ് ആകാം, ഒരു ട്യൂബിൻ്റെ ഷേപ്പ് ആകാം, ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പ് ആകാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ നമ്മളൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, ഇലക്ട്രിസിറ്റി കണ്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ ഒരു തിൻ ഫിലിം കോട്ടിങ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയാണ് ഈ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ തിൻ ഫിലിം ഓഫ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഓൺ a substrate in the shape of a rod or tube or plate made of material glass or ceramic. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാകാം? ഈ തിൻ ഫിലിം കോട്ടിങ് യൂസ് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കാർബൺ ഫിലിം റെസിസ്റ്റർ, 2 മെറ്റൽ ഫിലിം റെസിസ്റ്റർ. അപ്പോൾ തിൻ ഫിലിം കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് കാർബൺ ആകാം അല്ലെങ്കിൽ മെറ്റൽ ആകാം. കാർബൺ ഫിലിം റെസിസ്റ്റർ ഈ പറഞ്ഞ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിനേക്കാളും ചീപ്പാണ്. കാരണം എന്താ, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിൽ നമ്മൾ കാർബൺ പൗഡർ യൂസ് ചെയ്യണം, അത്രയും എമൗണ്ട്. ഇതൊരു തിൻ ഫിലിം കോട്ടിങ് കൊടുത്താൽ മതി. ഓക്കെ, അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഓപ്പറേറ്റിംഗ് റേഞ്ച് കൂടുതലാണ്, നോയ്സ് വളരെ കുറവാണ്. മെറ്റൽ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു മെറ്റലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം മെറ്റൽ ഫിലിമിനെ ആദ്യം സ്പൈറൽ കട്ട് ചെയ്യുന്നു, അതായത് സ്പൈറലി കട്ട് ചെയ്തിട്ട് ഡിസൈഡ് വാല്യൂ, ആ മെറ്റൽ ഫിലിമിൻ്റെ എമൗണ്ടും മെറ്റലിനെയും അനുസരിച്ചാണ് ഡിസൈഡ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. ടോളറൻസ് ലെവൽ വളരെ കുറവാണ്, അതായത് വളരെ കറക്റ്റ് കൂടുതൽ വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 470 ഓമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 470 ഓമിനോട് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ. മെറ്റൽ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു തിൻ ലെയർ ഓഫ് മെറ്റലാണ്. ഇതിൽ ഓൺ സെറാമിക്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് റോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, മെറ്റലിനെ സ്പൈറൽ കട്ട് ചെയ്യുന്നു, മെറ്റൽ ഫിലിമിനെ സ്പൈറൽ കട്ട് ചെയ്തിട്ട് ആണ് ഡിസൈഡ് റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കൂ, തിക്ക് ഫിലിം റെസിസ്റ്റർ. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടിയിട്ട്, തിന്ന് പറഞ്ഞാൽ കട്ടി കുറവ്, തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടി കൂടുതൽ. തിക്ക് ഫിലിം റെസിസ്റ്റർ സെയിം തന്നെ നമ്മൾ പറഞ്ഞു. ഈ ടെക്നിക്ക് എങ്ങനെയാണ്, ഇതേപോലെ തിക്കാണ്, ആകെയുള്ള വ്യത്യാസം ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം ഡെപ്പോസിഷൻ നടത്താണ്. ഏതിൽ, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിലൊരു ഡെപ്പോസിഷൻ ഓഫ് ദി ഫിലിം. എങ്ങനെയാണ്, മറ്റവിടെ നമ്മൾ തിന്നായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ തിക്കായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ മാനുഫാക്ചറിങ് ടെക്നിക്കൊക്കെ സെയിം തന്നെയാണ്. ഇനി ഇതിൽ 3 ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ നോക്കൂ, മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ. രണ്ടാമത്തേത് ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ. മൂന്നാമത്തേത് സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ. 3 ടൈപ്പാണ് പറഞ്ഞത്. ആദ്യത്തേത് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ. അപ്പോൾ അതിന് ആലോചിച്ച് നോക്കൂ, ഒരു മെറ്റൽ ഓക്സൈഡ് ഫിലിമാണ് ഈ പറയുന്ന സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റഡ് ആവുന്നത്. അപ്പോൾ ഏത് മെറ്റലിൻ്റെ ഓക്സിഡേഷനാണ് നടക്കുന്നത്, ഓക്സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യണം, അപ്പോൾ ഓക്സൈഡ് ആവുള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് ഏതോ ഒരു മെറ്റലിൻ്റെ. ഏത് മെറ്റലാണ് യൂസ് ചെയ്തത്, ദീസ് ആർ മാനുഫാക്ചർഡ് ബൈ ഓക്സിഡൈസിങ് ടിൻ ക്ലോറൈഡ്. അപ്പോൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, മെറ്റലാണ് യൂസ് ചെയ്യുന്നത്, ടിൻ ക്ലോറൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട്. എങ്ങനെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നു, എങ്ങനെ, ഓൺ എ ഹീറ്റഡ് ഗ്ലാസ് സബ്സ്ട്രേറ്റ്, ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടിൻ ക്ലോറൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് തിക്ക് ഫിലിം ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന് ലോ നോയ്സ് ആണ്, ഗുഡ് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആണ്, ഹൈ വോൾട്ടേജ് റേറ്റിംഗ്, ഹൈ റെസിസ്റ്റൻസ് വാല്യൂവിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ് ടു 10⁻⁶ മെഗാ ഓം വരെ നമുക്ക് ഈ റെസിസ്റ്റർ ടൈപ്സിനെ ഉണ്ടാക്കാം. ഓക്കെ, മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്ററിൽ നമ്മളൊരു ഗ്ലാസ് സബ്സ്ട്രേറ്റിനെ അല്ലെങ്കിൽ ഒരു സബ്സ്ട്രേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ
ടിൻ ക്ലോറൈഡ് എന്ന മെറ്റീരിയലിനെ ഓക്സിഡൈസ് ചെയ്ത് പിടിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കൂ, ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ. ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ. ഓക്കെ, ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, മറ്റൊരു നമ്മൾ ഓക്സിഡേഷൻ ആയിരുന്നു നടത്തിയിരുന്നത്, ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ഫോട്ടോ എച്ചിങ് ആണ്. എന്താണ് ഈ ഫോട്ടോ എച്ചിങ്? ഫോട്ടോ എച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ കോട്ടിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ, ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി കോപ്പർ ആണെന്ന് വിചാരിക്കും. കോപ്പർ എന്നൊരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ, സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ, ഒരു എപ്പോക്സി മെറ്റീരിയൽ എന്നൊക്കെ പറയും. നമ്മുടെ മദർ ബോർഡൊക്കെ ഇല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ടി വിയുടെ ഒക്കെ മദർ ബോർഡ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ നമ്മുടെ CFL ലാമ്പൊക്കെ, നിങ്ങൾ കേടായ CFL ലാമ്പിൻ്റെ ആ ബോക്സ് ഒന്ന് അഴിച്ചു നോക്കിയാൽ അതിനകത്തും ഉണ്ട് ഈ പറയുന്ന ഒരു മദർ ബോർഡ്. ഈവൺ നമ്മുടെ ഇലുമിനേഷന് യൂസ് ചെയ്യുന്ന ഇലുമിനേഷൻ ലൈറ്റ് ഇല്ലേ, ഇലുമിനേഷൻ ലൈറ്റ്, സീരിയൽ ബൾബ്, അതിൻ്റെ നമ്മളിങ്ങനെ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കൺട്രോളിങ് കീയൊക്കെ ഇല്ലേ, അതൊന്ന് അഴിച്ചു നോക്കിയാൽ അതിനകത്തും കാണും ചെറിയൊരു മദർ ബോർഡ്. ഓക്കെ, ആ മദർ ബോർഡ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എപ്പോക്സി മെറ്റീരിയൽ എന്ന് പറയും. എപ്പോക്സി, എപ്പോക്സി എന്ന് പറയും. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചീപ്പായിട്ടുള്ള എന്നാൽ നല്ല ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ ഉള്ള, സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് എപ്പോക്സി. അപ്പോൾ ആ മെറ്റീരിയലിൽ, ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ കോപ്പർ കോട്ട് ചെയ്തിട്ട്, ആ കോപ്പറിന് നമുക്ക്, അതായത് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ബോർഡിലെങ്കിലും നിങ്ങൾക്ക് കാണാം കോപ്പറിൻ്റെ ലൈൻസ് കാണാം. കോപ്പർ ലൈൻസ്, ഈ ബോർഡിൽ കുറേ കോപ്പർ ലൈൻസ് കാണാം. ഈ കോപ്പർ ലൈൻസ് എന്ന് പറയുന്നത് സർക്യൂട്ടിനെ കാണിക്കുന്നതാണ്, ആ കറൻറ്റിൻ്റെ കണ്ടക്റ്റ്. ബാക്കി ഇത് ഇൻസുലേറ്ററാണ് എപ്പോക്സി. അപ്പോൾ അതിൽ സർക്യൂട്ട് കറൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോപ്പർ ലൈൻസ് ഇട്ടുണ്ടാവും. അപ്പോൾ അതിനെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഫുൾ കോപ്പർ ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ട സർക്യൂട്ട് നമ്മൾ അതിലേക്ക് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ആ പ്രിൻ്റ് ചെയ്യണ ഭാഗത്തെ മാത്രം നമ്മൾ ഒരു മെറ്റീരിയൽ, ഒരു ലിക്വിഡ് വെച്ച് മാസ്ക് ചെയ്യും, ഫോട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ നമ്മൾ ലൈറ്റ് അടിച്ച് അതിനെ എച്ച് ചെയ്ത് കളയും. ഒരു പ്രോസസ്സുണ്ട് ഫോട്ടോ എച്ചിങ്. എച്ചിങ് എന്ന് പറഞ്ഞാൽ ചുരണ്ടിക്കളയാന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളതിന് UV ലൈറ്റൊക്കെ അടുപ്പിച്ച് അതിന് മുമ്പ് കുറച്ച് ഫെറസ് ക്ലോറൈഡിലൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഫെറി ക്ലോറൈഡിലൊക്കെ. അപ്പോൾ അത് എച്ചിങ് എന്ന് പറയും ആ പ്രോസസ്സിനെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോട്ടോ എച്ചിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിച്ച് ചുരണ്ടിക്കളയുന്ന പരിപാടി തന്നെയാണ്. അത് നമ്മൾ മാനുവലി ചുരണ്ടണ്ട, ലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലിക്വിഡിലിട്ട് ആട്ടി കഴിയുമ്പോൾ ഈ ലൈറ്റ് അടിച്ച ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളിലെ കോപ്പർ റിമൂവ് ആയിപ്പോവും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ എച്ചിങ് എന്ന് പറയുന്നത്. ലൈറ്റ് അടിച്ച് ചുരണ്ടിക്കളയുന്ന പരിപാടി, ആ പരിപാടിനെ പറയുന്ന പേരാണ് ഫോട്ടോ എച്ചിങ്. ഓക്കെ, അപ്പോൾ ഈ ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ ഉണ്ടാക്കുന്നത് ഫോട്ടോ എച്ചിങ് പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അവിടെ നമ്മളൊരു മെറ്റൽ ഫിലിമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫോട്ടോ എച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് വാല്യൂയിലേക്ക് എത്തിക്കുകയാണ്. ഇതിനും വളരെ ലോ നോയ്സാണ്, നോൺ ഇൻഡക്റ്റീവ് ആണ്, വളരെ നല്ല ടോളറൻസ് റേഞ്ചാണ്. +or-0.1% to 1% ഉള്ളു. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്, ഹൈ ഫ്രീക്വൻസിയിലും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ. ബൾക്ക് പ്രോപ്പർട്ടി, അതിൻ്റെ കാരണം എന്താ, പേര് കഴിച്ച് നോക്കൂ. ബൾക്ക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ മൈൻഡിൽ കൊണ്ടുവരേണ്ടത് ഫോട്ടോ എച്ചിങ് ആണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. രണ്ടാമത്തെ കാര്യം, ബൾക്ക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഗുഡ് ക്വാളിറ്റീസും ഉള്ള ഒരു തരം റെസിസ്റ്റർ. ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് യൂസ് ചെയ്യാം, നല്ല ടോളറൻസ് റേഞ്ച്, നോൺ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി, ലോ നോയ്സ്, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ. സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ എന്താണ് ഈ സെർമെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെയും ഒരു ഫിലിം കോട്ടിംഗ് ഉണ്ട്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഫിലിം കോട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് പ്ലേസിങ് എ കോട്ടിംഗ് ഓഫ് മെറ്റൽ അലോയ് എലോങ് വിത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഓൺ എ സെറാമിക് സബ്സ്ട്രേറ്റ്. നമ്മൾ ഒരു സെറാമിക് സബ്സ്ട്രേറ്റ് എടുക്കുന്ന അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്യുന്നത് രണ്ട് സാധനമാണ്. ഒന്ന് എന്തിൻ്റെ ഫിലിമാണ്? മെറ്റൽ അലോയ്. നമുക്കറിയാം അലോയ്സ് ഉണ്ട്. അലോയ്സ് എന്ന് പറയുന്നത് മെറ്റലിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഡിസൈഡ് ക്വാളിറ്റീസ് കൊണ്ടുവരുന്ന ഹൈ ക്വാളിറ്റിയുള്ള സാധനത്തെയാണ് നമ്മൾ അലോയ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ മെറ്റൽ അലോയ്സിൻ്റെ കോട്ടിങ് കൊടുക്കുകയാണ് എലോങ് വിത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇതിൻ്റെ കോട്ടിങ് നമ്മളൊരു സെറാമിക് സബ്സ്ട്രേറ്റിൽ കൊടുക്കുന്നു. അതിനുവേണ്ടി അതിനെ ഈ കോമ്പിനേഷനെ, ഈ മെറ്റൽ അലോയ് വിത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ആ കോമ്പിനേഷനെ സെറാമിക് സബ്സ്ട്രേറ്റിലേക്ക് ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർമെറ്റ്.
സെറാമിക് സബ്സ്ട്രേറ്റിന് മുകളിൽ മെറ്റൽ അലോയ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കോമ്പിനേഷൻ വന്നു കഴിയുമ്പോൾ ഫയറിങ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെർമെറ്റ്. ഈ സെർമെറ്റ് ഫിലിം റെസിസ്റ്റേഴ്സിന് ആക്സിയൽ ലീഡ് റെസിസ്റ്റേഴ്സാണ്. അതായത് നമുക്ക് ടിപ്പിൽ 2 റെസിസ്റ്റൻസ് അല്ല, ആക്സിയലി നമുക്ക് ലീഡ്സ് ഉണ്ട്. ആ റെസിസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് കിട്ടുന്ന ടൈപ്പ് റെസിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് കിട്ടുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസും ഉണ്ട്, ആക്സിയൽ ലീഡ് റെസിസ്റ്റേഴ്സും ഉണ്ട്. അതായത് നമുക്ക് ഡിസൈഡ് റെസിസ്റ്റൻസ് വാല്യൂവിൽ നമുക്ക് പിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനും ഈ പറഞ്ഞ പോലെ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഓൾമോസ്റ്റ് 500 മെഗാ ഓം റേഞ്ച് വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ടോളറൻസ് വാല്യൂ വളരെ ഹൈ ആണ്, 0.5 to 2% ടോളറൻസ് വാല്യൂവിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ തിക്ക് ഫിലിം റെസിസ്റ്റേഴ്സ് 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ, രണ്ടാമത്തേത് ബൾക്ക് പ്രോപ്പർട്ടി ഫിലിം റെസിസ്റ്റർ, മൂന്നാമത്തേത് സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ. ഇനി 4ാമത്തെ ടൈപ്പ് ഓഫ് ഫിക്സഡ് റെസിസ്റ്ററാണ് വയർ വൗണ്ട് റെസിസ്റ്റർ. വയർ വൗണ്ട് റെസിസ്റ്റർ ഞാൻ പറഞ്ഞു വയറാണ്. അപ്പം ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല, നമുക്ക് വേണ്ട പ്രോപ്പർട്ടിയുള്ള വയറിനെ വൗണ്ട് ചെയ്യാണ്, ചുറ്റി വയ്ക്കുവാണ്. എത്ര റെസിസ്റ്റൻസ് വേണോ ആ റെസിസ്റ്റൻസിനനുസരിച്ച് ചുറ്റി വയ്ക്കുന്നു. എന്തിൻ്റെ മുകളിലാണ് ചുറ്റി വയ്ക്കുന്നത്? ഒരു സെറാമിക് ഫിലിമിൻ്റെ മുകളിൽ. ഓക്കെ, സോ ദീസ് റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ വൈൻഡിങ് റെസിസ്റ്റീവ് വയർ സച്ച് ആസ് നിക്രോം. നിക്രോം എന്ന് പറയുന്നത് നിക്കൽ ക്രോമിയം അലോയിനെയാണ്. നിക്രോം ഓൺ എ സെറാമിക് ഫിലിം. ഓക്കെ, അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മുകളിൽ വയറിനെ ചുറ്റി വയ്ക്കുവാണ്. ഓക്കെ, ദെൻ ഇത് കോസ്റ്റ്ലി ആണ്, മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വളരെ എക്സലൻ്റ് ആണ്. ലൈക്ക് ലോ നോയ്സ്, ഗുഡ് ടൈം സ്റ്റെബിലിറ്റി, ലോ നോയ്സ്. ഓക്കെ, ഉപയോഗിക്കുന്നത് DC ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് യൂസ് ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് പക്ഷേ യൂസ്ഫുൾ അല്ല. കാരണം എന്താ, ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ ഇതിൽ വരും. കാരണം വയറാണ്, 2 വയേഴ്സ് അടുപ്പിച്ച് വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു കപ്പാസിറ്റി എഫക്റ്റ് വരും. ചുറ്റി വയ്ക്കുവാണ്, കോയിൽ ടൈപ്പിൽ ചുറ്റി വയ്ക്കുവാണ്. സോ കറണ്ട് ഇതിലൂടെ പോകുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേഷനൊക്കെ സാധ്യതയുണ്ട്. സോ ഇൻഡക്റ്റൻസ് എഫക്റ്റ് വരും. അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ അത് യൂസ്ഫുൾ അല്ല വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലീനിയർ റെസിസ്റ്റേഴ്സാണ്. ലീനിയർ റെസിസ്റ്റേഴ്സിൽ തന്നെ ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് എടുത്തു, വേരിയബിൾ റെസിസ്റ്ററുണ്ട്. അതിൽ ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് ഡീപ്പായിട്ട് നമ്മൾ പോയി. അതിൽ 4 ടൈപ്പ് നമ്മൾ കണ്ടു. ഫസ്റ്റ് തിങ് ഈസ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, സെക്കൻഡ് തിങ് ഈസ് തിൻ ഫിലിം റെസിസ്റ്റർ, തേർഡ് വൺ തിക്ക് ഫിലിം റെസിസ്റ്റർ, ഫോർത്ത് വയർ വൗണ്ട് റെസിസ്റ്റർ. നന്നായി ക്ലാസ് ലിസൺ ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി ലിസൺ ചെയ്യുക. സോ കൺസെപ്റ്റ് മനസ്സിൽ പതിയട്ടെ. ഇതിൽ നിന്ന് നോട്ട് എഴുതാം, നിർബന്ധമായി നോട്ട് എഴുതണം. നോട്ട് എഴുതിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഓൺലൈൻ ക്ലാസ്സാണ്, നിങ്ങളുടെ നോട്ട്സ് ഞാൻ കാണുന്നില്ല. സോ അപ്പോൾ സ്കിപ്പ് ചെയ്താൽ എക്സാം ടൈമിൽ ഈ പറയുന്ന PDF ഫോട്ടോ വെച്ച് പഠിക്കൽ എളുപ്പമല്ല. സോ കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ നോട്ട് കൃത്യമായിട്ട് എഴുതാം. ഓക്കെ, വൺസ് യു ക്ലാസ് ലിസൺ ചെയ്ത് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്തിട്ട് ഈ പറയുന്ന റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്. ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും സാധനങ്ങൾ. ഫിക്സഡ് റെസിസ്റ്റർ, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററൊക്കെ ഇമേജ് നോക്കാം. അപ്പോൾ ആ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ കാണാൻ സാധിക്കും. അത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അത് നന്നായി മനസ്സിലാക്കാം. ഓക്കെ, സോ താങ്ക് യു. എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ് റെക്കോർഡ് ക്ലാസ് വെക്കുന്നത്. നാളെ തൊട്ട് എക്സാം ഡ്യൂട്ടി ഒന്നുമില്ല. സോ നമ്മൾ ലൈവ് ക്ലാസ്സിലേക്ക് വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.